ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ബൈ ജോൺ മിൽട്ടൺ. നമുക്കറിയാം ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ഒരു സോണറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ജോൺ മിൽട്ടൺ is best known for his masterpiece പാരഡൈസ് ലോസ്റ്റ്. പാരഡൈസ് ലോസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ജോൺ മിൽട്ടനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഓടിയെത്തുന്നത് പാരഡൈസ് ലോസ്റ്റ് ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ, പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ പറയുന്നത് ക്രൈസ്റ്റ് കോളേജാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നു, റെഫർ ടു ആസ് ദ ലേഡി ഓഫ് ക്രൈസ്റ്റ്സ് എന്ന് അറിയപ്പെടുന്ന റൈറ്ററാണ് ജോൺ മിൽട്ടൺ. ചോദിക്കാറുള്ള ചോദ്യമാണ്, ഹീസ് റെഫർ ടു ആസ് ദ ലേഡി ഓഫ് ക്രൈസ്റ്റ്സ്. ഇനി അദ്ദേഹത്തിൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു സോണറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോണറ്റാണ്. സോണറ്റിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. പ്രധാനപ്പെട്ട നമ്മൾ പറയുമ്പോൾ 14 ലൈൻസാണ് പറയുന്നത്. എക്സെപ്ഷണൽ കേസുകളുണ്ട്, അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. സോണറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് സോണറ്റ്, എന്താണ് സോണറ്റ്, എത്ര തരം സോണറ്റ് ഉണ്ട്, അതിൻ്റെ റൈം സ്കീം എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ വേണം. ഇനി ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഈ പോം അറിയപ്പെടുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ് എന്നുള്ള ഒരു ടൈറ്റിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. എന്താണ്? വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ്, ആ ഒരു പേരിൽ കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ടൈറ്റിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തും ജോൺ മിൽട്ടൻ്റെ ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടച്ചുള്ള ഒരു പോമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇനി ഇദ്ദേഹം ഇത് കമ്പോസ് ചെയ്യുന്ന ഏതാണ്ട് 1655 കൂടിയിട്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആൻഡ് ഇറ്റ് പബ്ലിഷ്ഡ് വിത്തൗട്ട് എ ടൈറ്റിൽ. ഇതൊരു ടൈറ്റിലൊന്നും ഇല്ലാതെയാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആരാണ് ഇതിനൊരു ടൈറ്റിൽ കൊടുത്തതെന്നുള്ള ഒരു കാര്യമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അതേപോലെ തന്നെ ഈ പോം എങ്ങനെയാണ് ഒരു പോമായിട്ട് മാറുന്നത്? ആൻഡ് ദ പോം ഈസ് ഡിക്റ്റേറ്റഡ് ബൈ മിൽട്ടൺ ടു ഹിസ് ഡോട്ടർ റോട്ട്. അപ്പം പോം മിൽട്ടൺ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യപ്പെട്ടതാണെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം, നമ്മൾ പറഞ്ഞു ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ആണ് ടൈറ്റിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിമിതി കൊണ്ട് ദെൻ ദ പോം ബിഗിൻസ് വിത്ത് ഡീപ്പ് പെസിമിസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോസ് ഓഫ് സൈറ്റും അതിനോട് അനുബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു പോയറ്റിക് ജീനിയസ് വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതൊക്കെ ആ ഒരു കാര്യത്തിലാണ് ഇത് പോം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ദ പോം ബിഗിൻസ് വിത്ത് ഡീപ്പ് പെസിമിസമാണ്. The poem was first published in Milton's 1673 poems in his autobiographical notebook named Trinity Manuscript. അദ്ദേഹത്തിൻ്റെ ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിക്കൽ നോട്ട്ബുക്കിലാണ് ആ ഒരു പോയിംസ് എന്നുള്ള ആ ഒരു കളക്ഷനിലാണ് ഈ 1673 ഈ ഒരു പോം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഏതാണ്ട് എഴുതപ്പെടുന്ന നമ്മൾ പറഞ്ഞു 1650s 1655 കൂടിയിട്ടൊക്കെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ദെൻ അദ്ദേഹം ഈ ഒരു പോയത്തിന് കൊടുത്തിട്ടുള്ള നമ്പർ 19 ആണ്. 19 ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് 16 ഇൻ ദ പബ്ലിഷ്ഡ് കളക്ഷൻ. നമ്മൾ അറിയപ്പെടുന്ന സോണറ്റ് 16 എന്നുള്ളതാണ് ഇത് അറിയപ്പെടുന്നത്, അല്ലേ? അദ്ദേഹം കൊടുത്തിട്ടുള്ള നമ്പർ 19 ആയിരുന്നു, പക്ഷേ നേരെ തിരിച്ച് 16 എന്നുള്ള ആ ഒരു ടൈറ്റിൽ അറിയപ്പെടുന്നു. ആ ഒരു സോണറ്റിൻ്റെ ആ ഒരു മൊത്തമുള്ള കളക്ഷനിൽ, അതായത് സോണറ്റ് 16 ആണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. നോക്കുക, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ സോണറ്റ് 16 പറയുന്നുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ്. അങ്ങനെ 3 ടൈറ്റിലുകളിൽ ഇത് പറയപ്പെടുന്നു. ഇനി ഇതിൻ്റെ കൺക്ലൂഡിങ് ലൈൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. ദേ ഓൾസോ സെർവ് ഹു ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. ദേ ഓൾസോ സെർവ് ഹു ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ലൈനാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പോം ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടച്ച് ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അത് ഏത് സെൻസിലാണെന്ന് പറയുമ്പോൾ ഓട്ടോബയോഗ്രഫിക്കൽ ഇൻ ദ സെൻസ് ഇറ്റ് റിഫ്ലെക്ട്സ് മിൽട്ടൺസ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് സ്ട്രഗിൾസ് with his loss of eyesight and faith. ഇത് ഓട്ടോബയോഗ്രഫിക്കൽ ടച്ച് ഉണ്ടെന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ്? ഇത് മിൽട്ടൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾസ്, എങ്ങനെ വെൻ ഹിസ് സൈറ്റ് ലോസ്. ദെൻ
ഇതൊരു പെട്രാർക്കൻ സോണറ്റാണ്. നമ്മൾ പറഞ്ഞു സോണറ്റാണ്. അപ്പോൾ ഏത് സോണറ്റാണ്? പെട്രാർക്കൻ സോണറ്റാണ്. പെട്രാർക്കൻ സോണറ്റ് പറയുമ്പോൾ നമ്മൾ ഇറ്റാലിയൻ സോണറ്റ് എന്ന് പറയും, ഇറ്റാലിയൻ ഓർ പെട്രാർക്കൻ സോണറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ആ പെട്രാർക്കൻ സോണറ്റിൻ്റെ റൈം സ്കീം തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടി വരും. ABBA CDE ആണ് റൈം സ്കീം വരുന്നത്. നമുക്കറിയാം പെട്രാർക്കൻ സോണറ്റ് വരുമ്പോൾ ABBA CDE ഓർ CDC എന്നുള്ള ഒരു റൈം സ്കീമും വരും. ഇനി പെട്രാർക്കൻ സോണറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആരെയും കൂടി ഓർക്കും? ഇംഗ്ലീഷ് സോണറ്റ് ഓർ ഷേക്സ്പിയൻ സോണറ്റ് നമ്മൾ ഓർക്കും. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ്? AB CD EF GG ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതാണ്? സ്പെൻസറിയൻ സോണറ്റ് ഓർക്കും. അപ്പോൾ അത് AB പിന്നെ ഏതാണ് വരുന്നത്? പിന്നെ അത് ഇൻ്റർലോക്ക് ചെയ്തിട്ടാണ് വരുന്നത് അല്ലെ? BC അങ്ങനെയാണ് വരുന്നത്. അത് നമ്മൾ ഓർക്കും. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു പോം ബിഗിൻസ് വിത്ത് ഡീപ്പ് പെസിമിസം ബട്ട് ഹി ലൈഡ്സ് ടു റിയലൈസേഷൻ. പക്ഷേ അറ്റ് ദ എൻഡിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം റിയലൈസേഷനിലേക്ക് വരുന്നുണ്ട് അല്ലെ? ആ ഒരു പെസിമിസം മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു തോട്ട് അവിടെ മാറുന്നുണ്ട്. ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ റിയലൈസേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി ഹേ ബിക്കെയിം ബ്ലൈൻഡ് അറ്റ് ദ ഏജ് ഓഫ് 44. അദ്ദേഹത്തിൻ്റെ 44-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആവുന്നത്. ദെൻ ഈ പോയത്തിലൊരു പ്രധാനപ്പെട്ട ഒരു വേർഡാണ് പേഷ്യൻസ് എന്നുള്ള വേർഡ്. അത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പോയറ്റ് എന്തിനെയാണ് പേഴ്സോണിഫൈ ചെയ്യുന്നത് എന്ന് പറയുന്നത്? അത് പേഷ്യൻസിനെയാണ്. ദ പോയറ്റ് പേഴ്സോണിഫൈസ് പേഷ്യൻസ്. ഇനി ഇതിൻ്റെ തീം എന്ന് പറയുന്നത് മിൽട്ടൺസ് ഇനിഷ്യൽ ഡെസ്പെയർ അറ്റ് ലോസിങ് ഹിസ് സൈറ്റ് followed by a renewed faith and acceptance of God's will. അല്ലേ? ആദ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു സൈറ്റ് ലോസ് ചെയ്യുമ്പോൾ ആ ഒരു ഡെസ്പയറും പിന്നീട് അദ്ദേഹം കാണപ്പെടുന്നത് എങ്ങനെയാണ്? ആ ഒരു ഗോഡിലുള്ള ആ ഒരു ഫെയ്ത്ത് ആൻഡ് ഗോഡിൻ്റെ വിൽ അല്ലെ? ആ ഒരു അക്സെപ്റ്റൻസ് ഓഫ് ഗോഡ്സ് വിൽ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പെസിമിസ്റ്റിക് തോട്ട് മാറിയിട്ട് അദ്ദേഹം എന്താണ്? ഒരു തികച്ചും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ലെവലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് അതിൽ മെയിനായിട്ടുള്ള പോയിൻറ്റ്സാണ്. നിങ്ങൾ ഒന്നുകൂടി പോയമൊക്കെ നോക്കുക. സിമ്പിൾ പോയാണ്, വളരെ കുറച്ച് ലൈൻസേ ഉള്ളൂ. അതൊക്കെ നോക്കുക. പ്രത്യേകിച്ചും സോണറ്റൊക്കെ ആകുമ്പോൾ സോണറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ സോണറ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പം ഈ ഒരു പോയിൻറ്റ്സൊക്കെ ഒന്നുകൂടിയൊക്കെ നോക്കിയിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് തരുന്നത്.